38 है, आप 38 कितना है? उठाइए आप। പോളിംഗ് ബൂത്തിൽ മുസ്ലിം സ്ത്രീകളുടെ മുഖാവരണമുയർത്തി പരിശോധന നടത്തി ബി.ജെ.പി. നേതാവ്. ഹൈദരാബാദിലെ പോളിംഗ് ബൂത്തിലാണ് മുസ്ലിം വോട്ടർമാരെ മുൻനിർത്തി ബി.ജെ.പി. നേതാവിന്റെ ഐഡന്റിറ്റി പരിശോധന. ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി മാധവിലതയാണ് നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. പോളിംഗ് പുരോഗമിക്കവേ ബൂത്ത് സന്ദർശനത്തിനിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും പോലീസുകാരുടെയും സാന്നിധ്യത്തിലായിരുന്നു ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ ചട്ടലംഘനം. സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. കസേരയിലിരിക്കുന്ന വോട്ടർമാരുടെ തിരിച്ചറിയൽ രേഖ ചോദിച്ചു വാങ്ങുന്നതും മുഖാവരണം മാറ്റാൻ ആവശ്യപ്പെടുന്നതും ഫോട്ടോയും മുഖവും ഒന്നാണോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാം. സംഭവം വിമർശനത്തിന് വഴിവെച്ചതോടെ മുഖാവരണമില്ലാതെ വോട്ടർമാരുടെ തിരിച്ചറിയൽ രേഖ പരിശോധിക്കാൻ സ്ഥാനാർത്ഥിയായ തനിക്ക് അവകാശമുണ്ടെന്ന് മാധവിലത മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വളരെ വിനയത്തോടെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. ഈ വിഷയത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് ഭയം കൊണ്ടാണെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കി. പോളിംഗ് ബൂത്തിലെത്തുന്ന വോട്ടർമാരുടെ ഐഡന്റിറ്റിയിൽ പരാതിയുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റോ ബൂത്ത് ഏജന്റോ ആണ് ഇക്കാര്യം പ്രിസൈഡിംഗ് ഓഫീസർ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടത്. അവരാണ് തിരിച്ചറിയൽ രേഖ പരിശോധിച്ച് യഥാർത്ഥ വോട്ടറാണെന്ന് സ്ഥിരീകരിക്കേണ്ടത്. സ്ഥാനാർത്ഥികൾക്ക് ബൂത്തിൽ സന്ദർശനം നടത്താമെങ്കിലും വോട്ടെടുപ്പിൽ ഇടപെടാനോ തടസ്സപ്പെടുത്താനോ വോട്ട് തേടാനോ അധികാരമില്ല. ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ അടക്കമുള്ളവർക്കുള്ള അധികാരത്തിൽ കൈകടത്തുന്ന പ്രവർത്തനമാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി ചെയ്തിട്ടുള്ളത്. ഹൈദരാബാദ് അടക്കം തെലങ്കാനയിലെ 17 ലോക്സഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ഹൈദരാബാദ് മണ്ഡലത്തിൽ സിറ്റിംഗ് എം.പിയും AIMIM സ്ഥാനാർത്ഥിയുമായ അസദുദ്ദീൻ ഒവൈസിയെയാണ് ബി.ജെ.പിയുടെ മാധവിലത നേരിടുന്നത്. കോൺഗ്രസിന്റെ മുഹമ്മദ് വലിയുള്ള സമീറും BRSന്റെ ഗദ്ദാം ശ്രീനിവാസ് യാദവും മത്സര രംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം.